ന്യൂസ് 16 കേരള. സൗദിയിൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പക്ഷിമൃഗങ്ങളെ വേട്ടയാടുന്നതിന് അനുമതി നൽകുന്ന ഈ വർഷത്തെ വേട്ടക്കാലം സെപ്റ്റംബർ 1 മുതൽ അനുമതിയാവും. രാജ്യത്ത് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ പക്ഷിമൃഗാദികളെ വേട്ടയാടാൻ അനുമതി നൽകുന്ന ഈ വർഷത്തെ വേട്ടക്കാലത്തിന് സെപ്റ്റംബർ 1 മുതൽ തുടക്കമാവും. സെപ്റ്റംബർ 1 മുതൽ ജനുവരി 31 വരെയാണ് ഇതിന് അനുമതിയുള്ളത്. ഈ 5 മാസം നീളുന്ന വേട്ടയാടൽ സീസൺ ദേശീയ വന്യജീവി വികസന കേന്ദ്രമാണ് അനുമതി നൽകുന്നത്. കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിലും ഫിത്രി എന്ന ആപ്പിലും വ്യക്തമാക്കിയിരിക്കുന്ന പക്ഷിമൃഗാദികളെ ഇനങ്ങളെ മാത്രമേ വേട്ടയാടാൻ അനുവാദമുള്ളൂ. ഈ വെബ്സൈറ്റിലും ആപ്പിലും നിന്നാണ് വേട്ടയാടുന്നതിനുള്ള ലൈസൻസ് നേടേണ്ടത്. പക്ഷിമൃഗാദികളെ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നവരുടെ തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സൗദി ഫാൽക്കൺസ് ക്ലബിൽ രജിസ്റ്റർ ചെയ്ത ഫാൽക്കൺ ഉടമസ്ഥരായിരിക്കണം. എന്നാൽ അപൂർവവും വന്യവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിവർഗ്ഗങ്ങളെ വേട്ടയാടരുത്. അത്തരം ജീവികളെ വേട്ടയാടുന്നതിനെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വേട്ടയാടൽ നിരോധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയ സ്ഥലങ്ങളിൽ പക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും വേട്ടയാടരുത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഫാമുകളിലും വിശ്രമ കേന്ദ്രങ്ങളിലും പാർപ്പിട സമുച്ചയങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റു സുപ്രധാന സ്ഥാപനങ്ങളിലും എന്നിവയുടെ അതിർത്തിക്കുള്ളിലും വേട്ടയാടൽ നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.